അന്ത്യമില്ലാതെ സംസ്ഥാനത്തെ റേഷൻ വിതരണ പ്രതിസന്ധി. വാതിൽപ്പടി വിതരണക്കാർ സമരം തുടരുന്നതോടെ റേഷൻ കടകൾ കാലിയായി. റേഷൻ കടകൾക്ക് മുന്നിൽ അരിയില്ലെന്ന ബോർഡും വ്യാപാരികൾ സ്ഥാപിച്ചു. റേഷൻ വിതരണം മുടങ്ങിയിട്ട് 11 ദിവസമായി. കരാർ കുടിശ്ശിക ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട സംസ്ഥാനത്തെ റേഷൻ കടകളിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന വാതിൽപ്പടി വിതരണക്കാർ നടത്തുന്ന സമരം 11 ദിവസം പിന്നിട്ടതോടെ സംസ്ഥാനത്തെ റേഷൻ കടകൾ ഏതാണ്ട് കാലിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രതിസന്ധി രൂക്ഷമായ വടക്കൻ കേരളത്തിൽ പലയിടങ്ങളിലും റേഷൻ കടകൾക്ക് മുന്നിൽ അരിയില്ലെന്ന ബോർഡുകളും നിരന്നു തുടങ്ങി. മുൻഗണനാ വിഭാഗങ്ങൾ ഉൾപ്പെടെ റേഷൻ ഭക്ഷ്യസാധനങ്ങളെ മാത്രം ആശ്രയിക്കുന്ന സാധാരണക്കാരാണ് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. വ്യാപാരം നടക്കാത്തത് റേഷൻ വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കുന്നു. ഏറ്റവും പാവങ്ങൾ കൊടുക്കാനുള്ള അരി പല കടകളിലില്ല, ആട്ടയില്ല, പഞ്ചസാരയില്ല, ഗോതമ്പില്ല, ഏതെങ്കിലും ഒന്നുണ്ടാവും. അപ്പൊ എന്തായി? ഗവൺമെന്റിന്റെ കണക്കിൽ 2 ലക്ഷം ആൾക്കാർ അരി വാങ്ങി, 3 ലക്ഷം ആൾക്കാർ അരി വാങ്ങി. പക്ഷെ എല്ലാം കൊടുക്കാനില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമായിട്ടില്ല. ഇവിടെ 10-20 ദിവസമായി ഒരു സമരം പ്രഖ്യാപിച്ചിട്ട് ഒന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അവിടെ ഭീഷണികളൊന്നുമില്ല, അവരുടെ പൈസ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? റേഷൻ വിതരണക്കാർക്ക് നൽകാനുള്ള പണം അനുവദിച്ചെന്ന് സംസ്ഥാന ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ തിങ്കളാഴ്ച പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ 4 ദിവസം കഴിഞ്ഞിട്ടും കരാറുകാരുടെ അക്കൗണ്ടിൽ പണം എത്തിയിട്ടില്ല. 1.5 വർഷത്തിനിടെ 5ാം തവണയാണ് കരാർ തുകയ്ക്കായി വാതിൽപ്പടി വിതരണക്കാർ സമരം ചെയ്യേണ്ടി വരുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.